ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വൈകിട്ടൊന്ന് വീട്ടിലേക്ക് വന്നാണ്. എന്നും വരുന്നത് തന്നെയാണ് കേട്ടോ, സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല. ഞങ്ങൾ വൈകിട്ട് ഞാനും കാക്കും ഡെയിലി വരും കേട്ടോ. എന്നിട്ട് ഒരു ദിവസമെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, എന്തോ ഒരു പോലെ കേട്ടോ. വീട് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും നമ്മളിങ്ങനെ ആശിച്ച് മോഹിച്ചൊരു വീട് പണിയല്ലേ. അപ്പോൾ പിന്നെ ഡെയിലി അങ്ങനെ കാണാൻ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ വന്ന വേഗം അടുക്കളയിലേക്കാണ് കേട്ടോ വരിക. എന്നിട്ട് കാക്കുവിനോട് പറയും, എന്നാണ് ഞാൻ ഈ അടുക്കളയിൽ പാചകം ചെയ്യുക അല്ലേ, ഒരു വീഡിയോ ഒക്കെ എടുക്കുക അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ കാക്കു പറയാവും ഒക്കെ എല്ലാം ശരിയാകും, ഇതുവരെ എത്തിയില്ലേ, ഇനിയും കുറച്ചും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ പോകാൻ നേരത്തെ കേട്ടോ കുറച്ച് കറിവേപ്പിലെടുക്കണം. അപ്പോഴാണ് ഞാൻ കറിവേപ്പിലെടുക്കാൻ പോയപ്പോൾ അമ്മായിൻ്റെ വീടാട്ടത്, ഇവരെപ്പാൻ്റെ പെങ്ങളെ വീടാണ്. അപ്പോൾ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഇടയ്ക്കൊക്കെ കാണും. കണ്ടാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകില്ല, വേറെ ആരുമില്ല, പാമ്പാട്ടോ. അപ്പോൾ കുറേ ദിവസം മുന്നേ ഞാനൊന്ന് കണ്ടു കേട്ടോ. ഞാനത് നമ്മളെ പുതിയ വീടിൻ്റെ കക്കൂസും കുഴി കുഴിച്ച് വെച്ചിരിക്കണം. അപ്പോൾ അടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്, സ്ലാബ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗമാട്ടോ കണ്ടത്. അതിൽ ഞാൻ വേഗം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തപ്പോഴത്തേനും ആൾ കക്കൂസും കുഴീൻ്റെ ഉള്ളിലേക്ക് പോവുക ചെയ്തു. അപ്പോൾ നല്ല ആളാട്ടോ, നല്ല കരിമൂർക്കനോ രാജവെമ്പാലയോ അങ്ങനെ എന്താണ് അത്ര കേട്ടോ. അമ്മായി പറയുന്നത് രാജവെമ്പാലയാണ് കേട്ടോ പറയുന്നത്, പക്ഷെ എനിക്കങ്ങനെ കണ്ടാലറിയില്ല. നല്ല ആൾ കറുത്തിട്ട് നല്ല ഗ്ലാമറുള്ള ആളാട്ടോ എന്തായാലും. അപ്പോൾ എനിക്ക് അത് രാജവെമ്പാല എന്നാണ് പറയുന്നത്, പണ്ട് തന്നെ ഉള്ളതാണ് അത്ര അവിടെ. അപ്പോൾ ഇടക്കും തലക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കറിവേപ്പിലെടുക്കാൻ പോകും. ആ തക്കത്തിനാണ് അമ്മായി ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു പേടി, അപ്പോൾ ഒരു വടി എടുത്തിട്ട് തട്ടിയും കൊട്ടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. ചവിട്ടിനോട് തേറ്റുണ്ടെങ്കിൽ പണി കിട്ടിയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കറിവേപ്പില അറുത്തപ്പോൾ രണ്ട് പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കാക്കു കേട്ടോ. കാക്കു മേലെ നിന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, അവിടെ എന്തോ കറുപ്പ് കണ്ട പോലെ തോന്നി, ഇളകണ തോന്നി, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അതിങ്ങനെ മറന്നതായിരുന്നു. ആദ്യം ഞാൻ കണ്ടപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് മറന്നു പോയതാണ്. ഇന്നിപ്പോൾ അമ്മായി ഓർമ്മിപ്പിച്ചത് കൊണ്ട് ആ ഒരു മനസ്സിക്കൊരു ആ ഒരു ഭയം കയറി വന്നു കേട്ടോ. എന്നാലും ഞാൻ വിട്ടില്ല. രണ്ട് പേരൊക്കെ നല്ല മൂത്ത് പഴുത്തിട്ടില്ല, ഒരു ഇടത്തരം അങ്ങനെ ആവണതാട്ടോ എനിക്കിഷ്ടം. ഓവറായിട്ട് പഴുത്ത പേരൊക്കെ എനിക്ക് വലിയ ഇഷ്ടമല്ല. ചെറുതായിട്ട് ഇങ്ങനെ കടിച്ച് തിന്നാൻ പാകത്തിന് കേട്ടോ, ഒരു ബലത്തോടെ നല്ല പുളിയും മധുരവും കൂടിയുള്ളൊരു പേരക്ക. അങ്ങനെ എന്തായാലും ശ്രമിച്ച് ഞാൻ 2 എണ്ണം അറുത്തിട്ടോ. അപ്പോൾ ഒരെണ്ണം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചിട്ടോ, മേലെ ഇരുന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുരിങ്ങയും കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ പേരക്ക അറുക്കാൻ വേണ്ടിയിട്ട് അമ്മായി വലിയ തോട്ടി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഫുള്ള് നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാട്ടോ. അപ്പോൾ പിന്നെ അവരെ വീഡിയോയിൽ ഇനി കാണിക്കുന്ന ഇഷ്ടമുണ്ടല്ലോ എന്നറിയില്ല, എപ്പോഴും നോമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തോട്ടിയും പിടിച്ചവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ബ്ലറാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞാനെന്തായാലും ചെറിയ കൊമ്പ് വെച്ച് അടിച്ചടിച്ച് 2 പേരക്കൊക്കെ വീട്ടിയിട്ടു. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മായിക്ക് പല്ലിലായിട്ട് കടിക്കാൻ വയ്യ, എനിക്ക് വേണ്ട ഉള്ളത് ഫുള്ള് പറിച്ചോന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ മൂക്കാത്തത് ഞാൻ അറുത്തിട്ടില്ല, ഉള്ളത് അധികം ഞാൻ തന്നെ കേട്ടോ. ഈ പേരക്ക മരത്തത്തെ കഴിച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില അറക്കാൻ പോകുമ്പോൾ ഉണ്ടാവും ഓരോന്ന്, അതൊക്കെ പറിച്ച് ഞാൻ തന്നെ കഴിക്കാറ് കേട്ടോ. പിന്നെ അങ്ങനെ കാക്കു കുറച്ച് കോഴി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കോഴിയല്ല, ചിക്കൻ വെട്ടിയതിട്ടോ. കോഴി എന്ന് പറഞ്ഞിട്ട് ഇനി ആരും കളിയാക്കി വരണ്ട. അപ്പോൾ വൈകിട്ട് അതൊന്ന് പൊരിക്കുകയും ചെയ്യാം, എന്തെങ്കിലും താളിക്കണ്ടേന്ന് പറഞ്ഞപ്പോഴാണ് കാക്കു കുറച്ച് മുരിങ്ങയും കൂടെ ഒടിച്ചളാന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് മുരിങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പോയപ്പോൾ അവിടെ എന്തൊരു ഇളക്കം പോലെ തോന്നി. അപ്പോൾ ഞാൻ മുരിങ്ങ അത് മതിയാക്കിയിട്ടോ. പിന്നെ എനിക്ക് എന്തോ ഒരു ധൈര്യം തോന്നുന്നില്ല, അപ്പോൾ നമ്മൾ മറ്റാളായിട്ട് അവിടെ ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് കേട്ടോ. എന്തായാലും 2 പേരക്കയും കറിവേപ്പിലയും മുരിങ്ങയും ഒക്കെ ഇന്നത്തെ കാര്യം കുശാലായി കേട്ടോ. അപ്പോൾ വീണ്ടും അവിടുന്ന് പറിച്ചത് കുറച്ച് പോരാ, 2 ഇലയും കൂടെ പറിക്കുകയെന്ന് പറഞ്ഞിട്ട് കാക്കു. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകില്ല, ഇവിടെ ഒരു മരമുണ്ട്, അതൊന്ന് വേണമെങ്കിൽ ഞാൻ 2 ഇല ഒടിച്ച് തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ഒക്കെ ഓഫാക്കി ഇങ്ങോട്ട് ഇറങ്ങി വരികയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കാക്കു പറയാം, എനിക്കൊരു കണ്ടൻ്റ് ആയില്ലേ, ഞാൻ വീഡിയോ എടുത്ത് തരുന്നതുകൊണ്ട് മുരിങ്ങ ഇറക്കണതും പേരക്ക ഇറക്കണതും അതുപോലെ തന്നെ കറിവേപ്പില അതൊക്കെ ഒരു കണ്ടൻ്റ് ആയില്ലേ എന്ന് പറഞ്ഞിട്ടോ. അപ്പം എങ്കിലും അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ആർക്കാകുമ്പോൾ എന്തായാലും വീഡിയോ കിട്ടല്ലേ. അങ്ങനെ എന്തായാലും കുറച്ചും കൂടി അപ്പുറത്തെ മുരിങ്ങ മരത്തിൽ നിന്നും കൂടി കുറച്ചങ്ങോട്ട് പറിച്ചു കേട്ടോ.
നല്ല കറിവേപ്പിലയൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നല്ല മണമാണ് അല്ലേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അത്ര അങ്ങോട്ട് പോരട്ടോ. അപ്പോൾ ഇങ്ങനെ പേടിച്ച് നോക്കി നോക്കി വരികയാണ് കേട്ടോ. അഥവാ അന്ന് ഞാൻ കണ്ടത് ഈ ഒരു തിണ്ട് കണ്ടില്ല, അവിടെ നിന്നാണ് കേട്ടോ ഞാൻ കണ്ടത് അന്ന്. അപ്പോൾ ആ ഒരു പേടിയും ബേജാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇളയച്ചൻ്റെ തറയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്, മണ്ണൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ പടുക്കണം, പടവും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് ടെറസിൻ്റെ മേലെ കയറാതെ പോകാൻ പറ്റില്ല, നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ ഇതിൻ്റെ മുകളിലല്ലേ, അപ്പോൾ ഒന്ന് കണ്ടു പോകാമെന്ന് വെച്ചിട്ട് അവിടെയും കൂടെ കയറി. പക്ഷേ നല്ല മഴക്കാറുണ്ട്. ഞാൻ കാക്കുനോട് പറയുന്നുണ്ട് നമുക്ക് വേഗം പോവുക, വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ മഴയത്ത് കുടുങ്ങുന്നു. ഞാനവിടെ 2 പേരൊക്കെയും കയറ്റി അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, കടിച്ചും തിന്നും ഇരിക്കുകയാണ്. കാക്കു നല്ല റീൽസ് എടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മഴ ചാറി ആകെ കുടുങ്ങിയിട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കോട്ടെടുത്തിട്ടില്ല കേട്ടോ, കാക്കു എന്തായാലും കോട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഞാൻ മഴയിൽ തന്നെ പോരുക ചെയ്ത് കേട്ടോ. കാക്കുവിന് പിന്നെ നനഞ്ഞതൊന്നുമില്ല, കോട്ടുള്ളത് കൊണ്ട് കേട്ടോ. ഞാൻ ആകെ നനഞ്ഞ് പിണ്ടിയായിട്ടാണ് വന്നത്. പിന്നെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി. ഇനിയിപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കണ്ടേ നമുക്ക്, നല്ല മഴയും ഒക്കെ അല്ലേ, നല്ല തണുപ്പും. അപ്പോൾ രാവിലത്തെ നൂൽപുട്ടുണ്ടാക്കിയതിൻ്റെ മാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് തേങ്ങയൊക്കെ ചിരവി ശർക്കരയൊക്കെ റെഡിയാക്കി അട ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതാ അടക്ക് വേണ്ടിയിട്ട് ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ചായ റെഡി ആയപ്പോഴാണ് അത് ഓർമ്മ കിട്ടിയത് കേട്ടോ. അപ്പോഴാണ് ഞാൻ വേഗം പോയി 2 ഇലയൊക്കെ എടുത്ത്, ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇലയൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം കഴുകണം കേട്ടോ. അപ്പോൾ അതാ ശർക്കരയും തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ ഏലക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ ഇതിൻ്റെത് ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ കുറച്ച് പൊടിയുണ്ട്. ഇനിയിപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇരുട്ടത്ത് പോയിട്ട് എടുത്തത് കൊണ്ട് ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഇലയിൽ, അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. പിന്നെ ഇപ്പോൾ മഴ കാരണം ഇലയൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല ചുറുക്കൊക്കെ ഉണ്ട്. മഴ പെയ്യുന്നല്ലേ കുറേ ദിവസമായിട്ട്, ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ മഴ തന്നെയാണ്. അതുകൊണ്ട് വല്ലാതൊന്നും ഇലയിൽ വൃത്തികേടില്ല കേട്ടോ. അതുകൊണ്ട് വലിയൊരു ഇതില്ല. അങ്ങനെ ഇതാ നമ്മുടെ ഇലയാടൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നൂൽപുട്ടിൻ്റെ ബാക്കി മാവൊക്കെ ഉണ്ടെങ്കിലേ എല്ലാവരും ഇങ്ങനെ എടുത്തു വെച്ചോളൂ കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ചായക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കുക. ഞാൻ ആദ്യം കൊഴക്കട്ട ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്, ഇല അല്ലാതെ ഇങ്ങനെ ബോൾ പോലെ. അപ്പോൾ വലിയ മോന് അത് വേണ്ട, ഇലയിൽ പരത്തിയിട്ട് ഉണ്ടാക്കുക, അതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു. അതാകുമ്പോൾ കട്ടി ഉണ്ടാവില്ലല്ലോ, സോഫ്റ്റ് ആയിട്ട് തന്നെയല്ലേ ഉണ്ടാവുക. അങ്ങനെ കേട്ടോ നമ്മൾ ഫുള്ള് പരത്തി സെറ്റാക്കി ഇലയിലൊക്കെ മടക്കി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം അതുപോലെ എടുത്ത് ഇതാ ഇഡലി ചെമ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടയും നല്ല ഒരു കട്ടൻ ചായയും അല്ലേ, മഴയൊക്കെ പെയ്യുമ്പോൾ അതൊരു രസമാണ്. അങ്ങനെ കേട്ടോ കാക്കുവാണ് അടച്ചു വെക്കുന്നത് കേട്ടോ. നമ്മളൊപ്പം ഉണ്ട് എല്ലാത്തിനും കൂടാനും ഇതിനൊക്കെ. അങ്ങനെ കുളിക്കാൻ പറഞ്ഞിട്ട് കുളിക്കാതെ മടിച്ചിരിക്കുന്നത്, നല്ല തണുപ്പാണ്, കുറച്ച് ചൂടുവെള്ളം വെക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കാക്കുള്ള ചൂടുവെള്ളം കറണ്ട് അടുപ്പിലൊക്കെ വെച്ച് അത് ആയിട്ടില്ല, അപ്പത്തിനും അട ആവട്ടെ എന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അട വെന്ത് സെറ്റായിട്ടുണ്ട്. ചൂട് ആറണുള്ളൂ കേട്ടോ, ചൂടാറാനൊന്നും ഒഴിവില്ല. അപ്പോൾ അത് എനിക്ക് അങ്ങനെയുണ്ട്, എന്തെങ്കിലും കഴിക്കണം തോന്നിയാൽ അത് അപ്പം ഉണ്ടാക്കണം, അത് അപ്പം തന്നെ കഴിക്കും, ചൂടാറാനൊന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ മോനുണ്ട് അവിടെ, മോന് ചോറ് കഴിക്കുകയാണ്. അപ്പം ഇനി എന്തായാലും ഞങ്ങൾ ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് ഇനി ചോറ് ഉണ്ടാക്കണം, കറിയും മുരിങ്ങാക്കറി ഒക്കെ ഉണ്ടാക്കണ്ടേ. മുരിങ്ങ ഊരിയിട്ടില്ല കേട്ടോ, കൊടുന്ന് അങ്ങനെ നേരെ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും മോനും കാക്കൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഒരു ഷോർട്സ് ഇടാനൊക്കെ ഉള്ളതൊക്കെ കാക്കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് കണ്ടാലും വീഡിയോ എടുക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും നമുക്ക് വിഷയമല്ല, കളിയാക്കുന്നവരവിടെ കളിയാക്കട്ടെ. നമ്മളെന്തായാലും മെനക്കെട്ടിരുന്ന് എഴുതി ഒക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇങ്ങനത്തെയൊക്കെ ഓരോരോ പൊട്ടത്തരം വീഡിയോസ് ആണെങ്കിലും കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ളവരൊക്കെ കാണുക കേട്ടോ വീഡിയോ. അങ്ങനെ ഇതാ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചോറായി, ചിക്കൻ പൊരിക്കണോ മുരിങ്ങ താളിക്കണോ, ഇനിയിപ്പോൾ പരിപാടി വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ഓക്കെ.